അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇത് നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ അവയർനെസ് കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ വരണം. ഇപ്പം പല സ്കൂളുകളിലും പലതും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ സ്കൂളുകളിലും എല്ലാം വരുന്നില്ലല്ലോ. അതെ, ഈ സംഭവം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫീസ് പോകുന്ന സമയത്ത് ഓഫീസിലെ ടോയ്ലറ്റിൽ നമ്മൾ ഇറങ്ങുന്ന ഡോറല്ലേ, അതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കീപ് ദ ടോയ്ലറ്റ് ആസ് യു വുഡ് വിഷ് ടു സീ ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടോയ്ലറ്റ് കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ആക്കി വെച്ച് പോയാൽ അടുത്ത ആളത് ചെയ്ത് എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും വരുമ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കോട്ട അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ലുലു മാളിൽ പോയിട്ട് ഒരു ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥയും നിങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, രണ്ടിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയും. ലുലു മാളിൽ എന്തുകൊണ്ട് വൃത്തിയായി കിടക്കുന്നു? അവിടെ ഫുൾ ടൈം ക്ലീനിങ്ങിന് സ്റ്റാഫ് ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ക്ലീനിങ്ങിന് സ്റ്റാഫ് ഉണ്ട്. അവർ പൈസയും കൊടുത്തിട്ട് വേണം അവിടെ കാര്യം സാധിക്കും. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നത്തിങ് ഈസ് ഫ്രീ. എല്ലായിടത്തും പൈസ വാങ്ങിക്കും, 5ഉം 10ഉം വാങ്ങിക്കും. നിങ്ങൾ എന്തുകൊണ്ട് അത് നീറ്റാക്കി ഇടുന്നില്ല, അല്ലെങ്കിൽ ക്ലീനായി കിടക്കുന്നില്ല? അതും ഓരോ പ്രശ്നമാണ്. അപ്പോൾ ഉപയോഗിക്കാനും പഠിക്കണം, മെയിൻറ്റെയിൻ ചെയ്യാനും പഠിക്കണം. നമുക്ക് പറ്റുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അറ്റ്ലീസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പറയാം, ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ മാറി വരണത്. ഇപ്പോൾ ചേട്ടന് പോഡ്കാസ്റ്റ് ഉണ്ട്, അതുപോലെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ അവയർനെസ് കൊടുത്ത് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ എത്ര ആൾക്കാർ താങ്ക് യു പറയാൻ പഠിക്കുന്നുണ്ട്? അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയാം? ആർക്കും അറിയില്ല, വളരെ കുറവാണ്. എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു താങ്ക് യു പറഞ്ഞാൽ? ഒന്നുമില്ല. ഇപ്പം ഈ വാട്സപ്പൊക്കെ വന്നുകൊണ്ട് പിന്നെയും താങ്ക് യു ഒക്കെ ടെക്സ്റ്റ് വഴി. മുമ്പ് അതുമില്ല. നന്ദി എന്നുള്ള വാക്ക് നമ്മൾ നന്ദി എന്നുള്ളത് ആ ഇന്റൻഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നന്ദി എന്ന് പറയില്ലല്ലോ ആൾക്കാർ, താങ്ക് യു എന്ന് പറയും. ഞാൻ പല സ്ഥലത്തും നാട്ടിൽ പോകുമ്പോൾ താങ്ക് യു പറയുമ്പോൾ ആൾക്കാരെന്നെ ഇങ്ങനെ എന്നോടോ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ താങ്ക് യു പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം, കാരണം അവർക്ക് കിട്ടുന്നില്ല. പിന്നെ പ്ലീസ് പറയാൻ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുമ്പോൾ 1 കോഫി പ്ലീസ്. അതായത് നമ്മളൊരു പൊളൈറ്റ് ആൻഡ് കൈൻഡ്നെസ് ഭയങ്കര കുറവാണ്, ഹാർഷായിട്ട് പറയുന്ന പോലെ. ഇത് കുറച്ചെങ്കിലും ഭേദം നമ്മുടെ കേരളത്തിലാട്ടോ. കുറച്ചെങ്കിലും ബെറ്റർ നമ്മുടെ കേരളത്തിലാണ് പല കാര്യത്തിലും. അല്ല, അതാണ് ഇപ്പൊ നമുക്കൊക്കെ ഇത് അറിയുന്നത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടും പുറത്ത് വന്നത് ഇവിടുത്തെ കൾച്ചർ കണ്ടതുകൊണ്ടാണ്. ചേട്ടൻ അതാണ് ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോസിലും കാണിക്കുന്നത്. ബേസിക്കലി ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനത്തെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും നല്ലൊരു ലൈക്ക് കൈൻഡ് ഓഫ് അവയർനെസ് ആണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എത്ര രാജ്യമായി ഇപ്പോൾ